ആയിട്ട് നിന്നാൽ നമുക്ക് പ്രായം ആവില്ല എന്നുള്ളതാണ് ഇത് സയന്റിഫിക് പ്രൂവണാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എക്സസൈസ് മുടക്കരുത്, നിങ്ങൾ പ്രായമായി എന്നുള്ള ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുണ്ടാകരുത് എന്നാണ് എനിക്ക് നാലാമതായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ അഞ്ചാമതായിട്ടുള്ളത് പ്രിയ സുഹൃത്തുക്കളെ, കൊച്ചുകുട്ടികളോടായിട്ട് പറയാനുള്ളത് യു ഷുഡ് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. അതായത് നമ്മൾ പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കുക. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്ലീസ് എന്നുള്ള വാക്ക് കൂട്ടിച്ചേർക്കുക. അതോടൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ താങ്ക് യു പറയുക. അത് ചേട്ടന്മാരോടും ചേച്ചിമാരോടും കൊച്ചുകുട്ടികളോടായിട്ട് പറയാനുള്ളത് നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മനസ്സിൽ അത് നമ്മളൊരു വ്യക്തിത്വത്തിന്റെ കാര്യം, നമുക്ക് 50 പൈസയുടെ പോലും മുടക്കമുള്ള കേസിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ പ്ലീസ് ഈ കപ്പ് വാട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും എന്ത് കാര്യത്തിലും ചെയ്യുന്നത് നമ്മൾ ഒരാളോട് ആ ഗ്ലാസ്സിൽ എടുത്തെന്ന് പറഞ്ഞാൽ ആ ഗ്ലാസ്സിൽ എടുക്കാമോ എന്ന് ചോദിക്കുന്ന വ്യത്യാസമുണ്ട് എന്ന് പറയാൻ പ്ലീസും അതിൽ കിട്ടിക്കഴിഞ്ഞാൽ താങ്ക് യു പറയാനുള്ള ഒരു മനസ്സും നമ്മൾ ഉണ്ടാക്കി എടുക്കുക എന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇടയ്ക്കുമ്പോൾ ശരിക്കും വേറെ ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ രാവിലെ 6 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് 4 മണിക്ക് സ്ത്രീജനങ്ങൾ തേക്കുന്ന ആൾക്കാരായിരിക്കും. ഇടയ്ക്ക് നമുക്ക് മടിയുണ്ടാവും. മടിയുണ്ടാകുന്ന കഴിഞ്ഞാൽ രാവിലെ സത്യം നമുക്ക് എടുക്കാൻ ഇതിനേക്കാൻ മടിയുണ്ടാകും. തണുപ്പാണ്, മഴയാണ്. നമുക്ക് ആ ഒരു ദിവസം സമ്മാനിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് ചിരിക്കുക. ചുമ്മാ ഒന്ന് സ്മൈൽ ചെയ്തിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇരട്ടി എനർജി ഉണ്ടാവുന്നതാണ് സയന്റിഫിക് പ്രൂവൻ. നിങ്ങൾ പരീക്ഷിച്ചു നോക്കിക്കോളൂ. രാവിലെ നിൽക്കുമ്പോൾ ചുമ്മാ ഫേക്ക് ആയിട്ടാണെങ്കിൽ ഒന്ന് ചിരിക്കുക. താങ്ക് യു, ഐ ആം സ്റ്റിൽ അലൈവ്. അങ്ങനെ ഒരു ചിന്ത ഉണ്ടാക്കി നമുക്ക് എൻ്റെ ഓർഗൻസ് എല്ലാം വർക്കിംഗ് കണ്ടീഷനാണെന്ന് നന്ദി പറഞ്ഞിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഉണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പരമാവധി ബുക്ക് റീഡിങ്, നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് ഇല്ലാത്ത ഒരു സ്വഭാവ സവിശേഷതയാണ് പുസ്തകം വായന. പുസ്തകം വായന വേറെ ഏതാണ്ട് അഗ്നിവേദന വന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ബുദ്ധിജീവികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള സംഭവമാണുള്ള ഒരു ചിന്താഗതി മലയാളികൾക്കുണ്ട്. അങ്ങനെയല്ല. വിദേശ രാജ്യങ്ങളിലെല്ലാം കൊച്ചു കുട്ടികൾ മുതൽ വളരെ അഡിക്റ്റീവ് ആയിട്ടാണ് പുസ്തക വായനയിൽ നിൽക്കുക. നമ്മളൊരു ദിവസം നിങ്ങൾ ഒരുപാടൊന്നും വായിക്കേണ്ട. തുടക്കക്കാർക്ക്, പ്രത്യേകിച്ച് കുട്ടികൾ, ഇന്നത്തെ കാലത്ത് വളരെ കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് നമ്മൾ താമസിക്കുന്നത്. വെച്ചാൽ നമ്മളിപ്പോൾ ഫൈറ്റ് ചെയ്യുന്നത് ലോകമെമ്പാടുള്ള ആൾക്കാരുമായിട്ടാണ്. അതായത് ഇപ്പോഴല്ല 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് വിദേശത്തോട്ട് പോകുന്ന സാഹചര്യമൊക്കെയാണ്. അപ്പം അങ്ങനെ കുട്ടികൾ പ്രത്യേകിച്ച് സെൽഫ് മോട്ടിവേഷൻ അല്ലാന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, മാനേജ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തയ്യാറാണ്. നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വളർത്തിക്കാനുള്ള പുസ്തകങ്ങൾ വായിക്കാൻ തയ്യാറാണ്. ഒരു ദിവസം 10 പേജ് വായിച്ചാൽ മതി. ഒരു 10 പേജ് വെച്ച് 20 ദിവസം വായിച്ചു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഒരു പുസ്തകത്തിന്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ 200 പേജൊക്കെ ഉള്ളൂ. നമുക്ക് 20 ദിവസം കൊണ്ട് ഒരു പുസ്തകം വായിച്ചു തീർക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൈഫിലെ ഒരു ഹാബിറ്റ് ഫോർമേഷൻ 21 days ആണ്. 21 ദിവസം നമുക്കിപ്പോൾ ഒരു കണ്ടുപിടി നിർത്തണം, അല്ലെങ്കിൽ കോവലി നിർത്തണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ശീലങ്ങളുണ്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മടി മാറ്റണം. 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം മാറുക എന്നുള്ളതാണ് സയന്റിഫിക്കലി പ്രൂവൻ. സോ ദാറ്റ് അനദർ ഒരു 21 ദിവസം കൊണ്ട് നിങ്ങളൊരു പുതിയ ഒരു വ്യക്തി, നമുക്ക് മോശമെന്ന് തോന്നുന്നത് നമ്മുടെ ഒരു ഇത് കളയുക, പുതുതായിട്ടുള്ള സ്ഥാനം വളർത്തിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെയാണ് സെറ്റ് എ ഗോൾ ഇൻ ലൈഫ്. ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടാകുക എന്നുള്ളത്. നമ്മളൊരു വർഷം റിസർച്ചിൽ തയ്യാറായിട്ട് വരുന്നു. ഈ വർഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് കാലം കൊണ്ട് തന്നെ നമുക്ക് തീരുമാനം ഉണ്ടാകുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളിലെല്ലാം നമുക്ക് നല്ല ബോധവാനാകുകയാണ്, അതിൽ ഊന്നി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് ഈ അവസരം. അതായത് പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയുടെയോ മാത്രം സംഭവം കൊണ്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ വോളണ്ടറി സർവീസ് ഫ്രം ദ സൈഡ് ഓഫ് പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി ആൻഡ് പ്രസിഡന്റ് ഓഫ് വാട്ടർ ഇറ്റ് എല്ലാവരും ഞാൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ വോളണ്ടറി സർവീസാണ് ചെയ്യുന്നത്. അപ്പം കൂട്ടായിട്ടാണ് എന്ത് കാര്യം ചെയ്യാൻ പറ്റുന്നത്. ടീം വർക്ക് മേക്സ് എ ഡിഫറൻസ് എന്നാണ്. അപ്പം വരുന്നൊരു വൈസ്ഡം ഇയർ ഏറ്റവും മികച്ചതാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. 7 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, ഞാൻ ഈ പറഞ്ഞ 7 കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും ഓർത്തെടുക്കാൻ പറ്റില്ല. 1